പാട്ടിൽ ഞാനുണ്ട്. ഇല്ല ചിത്രം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വേറെ എല്ലാം ഉണ്ടെന്ന്. അല്ലെ പാട്ടിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും ഉണ്ടെന്നല്ല, പാട്ടിൽ നല്ല ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ചുമ്മാതാണോ 15 വർഷം കൊണ്ട് ഞാൻ സംഗീതം പഠിച്ചിട്ട് ഈ പിന്നെ വയലിൻ വെച്ചോണ്ടിരുന്ന് പാടിയത്. വയലിന് ക്ലാർനെറ്റ്. ഇത് ക്ലാർനെറ്റാ? തബല. ഇതിന്റെ പേര് ഇത് വീണ. അല്ല വീണ അല്ല, ഞാൻ കൊണ്ടുവച്ചതാണ്. അതല്ലെന്ന്, ഇതിന്റെ പേരാണ് വീണ. വീണ വെച്ച് പാടിയത്. അല്ലല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. ചേട്ടന്റെ മാജിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ? എന്റെ പാട്ടും ഇഷ്ടപ്പെട്ടോ? ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ദേവി എന്നോടൊപ്പം വരുന്നോ? എടാ നീ അതിന് കിടന്ന് ഇങ്ങനെ അഭിനയിക്കുന്ന എന്തിനാണ്? എടാ അത്ര പാടുപെടണ്ട. എടാ ഒറ്റ പിസില്. പിന്നെ പ്രേമിക്കൊന്നും വേണ്ട, എന്നെ വിളിച്ചാൽ ഞാൻ വന്നോളാം. നമുക്കേ ഒരു കാര്യം ചെയ്യാം, എന്റെ ചേച്ചിയോട് അനുവാദം മേടിച്ചിട്ട് പോകാം. തന്നല്ലേ? കാരണം അതൊരു കീഴ്വഴക്കമാണ്. ചേച്ചിയോട് അനുവാദം മേടിച്ചിട്ട് പോകാം. പോലെ ഇഴക്കയറിനകത്ത് വീണ വായിക്കുന്ന ആദ്യമായിട്ട്. അതെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ആ സൈക്കിളച്ചക്കാരനോട് പ്രേമിച്ച് പോയതുപോലെ ഞാനും പോവുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കീഴ്വഴക്കമാണത്. ചേച്ചി അനുഗ്രഹിക്കണം ചേച്ചി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇറങ്ങി പോയ സമയത്ത് ചേച്ചിയെ ആരും വിളിച്ചില്ല. അതുപോലെ ഞങ്ങളും പോകുമ്പോൾ അങ്ങ് പൊട്ടുപോലെ അങ്ങ് പോകുന്നത് വരെ ചേച്ചി ഞങ്ങളെ വിളിക്കരുത്. ഞങ്ങളങ്ങ് പോവും. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരണം, ഈ സ്കിറ്റിൻ്റെ അഭിപ്രായം പറയണം. അഭിപ്രായം കാണൂല, അതുകൊണ്ടാണ് ഡയറക്ടർ വായിരിക്കുന്നത് കേൾക്കണം. പിന്നെ അവിടെ കുറേ നാക്കും തുടങ്ങിയിരിക്കണം, വല്ലതൊക്കെ വിളിക്കാൻ പറയാം. ഡയറക്ടറുടെ വായിന്ന് മാത്രമല്ല എൻ്റെ പറഞ്ഞത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ വിളിക്കരുത്. കാരണം സിനിമയുടെ ക്ലൈമാക്സ് തിരിച്ചു വിളിക്കില്ല. അപ്പോൾ ചേച്ചി തിരിച്ച് വിളിക്കില്ലെന്നുള്ള ശംഖു ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ. ഈ നരകത്തിൽ നിന്ന് നിന്നെ ഞാൻ കരകയറ്റും. അതെ നീ വാ. ഇല്ല ചേച്ചി തിരിച്ച് വിളിക്കില്ലെന്ന ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ പോട്ടെ. ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണേ. നന്നായി വരട്ടെ. തിരിച്ചു വിളിക്കല്ലേ? എന്നാലും നീ അത് വീണ നീ പൊട്ടിച്ചിട്ടാണ് ഈ പോകുന്നത്. അത് കുഴപ്പമില്ല ചേച്ചി, വീണല്ലത് സ്കിറ്റേ പൊട്ടി. വീണ ഹലോ. ഈ സ്കിറ്റിൽ നിന്ന് പ്രേക്ഷകരെ എങ്ങനെ കരകയറ്റും? ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ